നമസ്കാരം, ഞാൻ ദീപ്തി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. വ്യാജന്മാരെ തേടി CBI വരട്ടെ. ആദിവാസി ദളിത് സംഭരണ തട്ടിപ്പ് CBIക്ക് വിടാൻ PSC ശുപാർശ. തീരുമാനം വ്യാജജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയുള്ള തട്ടിപ്പിൽ. സർക്കാരിലെയും പോലീസിലെയും ഉന്നതർ ഉൾപ്പെടെ തട്ടിപ്പിലൂടെ ജോലി നേടിയത് 500-ലധികം പേർ. നിയമന രേഖകൾ അപ്രത്യക്ഷം. വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം അപ്രായോഗികമെന്ന് PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ. കുറ്റക്കാർക്കെതിരെയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയവർക്കെതിരെയും കർശന നടപടിയെന്ന് മന്ത്രി AP അനിൽകുമാർ. ആത്മവിശ്വാസത്തിൽ ആം ആദ്മി. ഡൽഹിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ ആം ആദ്മി. 70 അംഗ സഭയിൽ 45 സീറ്റ് വരെ നേടുമെന്ന് പ്രവചനം. ഇന്ദ്രപ്രസ്ഥം കണ്ട വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് 67%-ലധികം പേർ. മുൻ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 66. BJPക്ക് എക്സിറ്റ് പോളുകൾ നൽകുന്നത് പരമാവധി 35 സീറ്റ്. കഴിഞ്ഞ തവണ കിട്ടിയത് 31. കോൺഗ്രസിന് നിലവിലുള്ള 8 സീറ്റിൽ പാതിയും നഷ്ടമാകുമെന്നും സൂചന. പ്രതിസന്ധിയുടെ രാഷ്ട്രീയ തന്ത്രം. ബീഹാറിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഗവർണറുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. തിരഞ്ഞെടുപ്പിന് 8 മാസം ശേഷിക്കെ രാഷ്ട്രപതി ഭരണത്തിനും സാധ്യത. രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വഴിവെച്ചത് നിയമസഭ പിരിച്ചുവിടാനുള്ള മുഖ്യമന്ത്രി ജിതൻ കുമാർ മാഞ്ചിയുടെ ശുപാർശ. തൊട്ടുപിന്നാലെ പാർട്ടിയിൽ നിന്ന് മാഞ്ചി പുറത്ത്. ഭൂരിപക്ഷം MLA-മാർ നിതീഷ് കുമാറിനൊപ്പം. നിതീഷ് JDUവിന്റെ പുതിയ നിയമസഭാ കക്ഷി നേതാവ്. എല്ലാം ക്ലിയറായി, കരാറുകാർക്ക് തുകയായി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്ര സഹായമായി. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിച്ച് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അറിയിപ്പ്. 4089 കോടിയുടെ പദ്ധതിയിൽ തുകയുടെ 20% കരാറുകാർക്കുള്ള സഹായം. ടെൻഡർ നടപടികൾ ഫെബ്രുവരി 20-ന്. ധനമന്ത്രാലയത്തിന്റെ സഹായം പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട മാറ്റങ്ങളോടെ. കേരളത്തിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭിക്കുന്ന ആദ്യ പദ്ധതിയായി വിഴിഞ്ഞം. കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.